ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ആദ്യം തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് നിരക്കാണ് 35 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ക്യാമറ ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ പൈസ അവിടെ കൊടുക്കണം. ഫോട്ടോയ്ക്കുള്ള പെർമിഷനാണ് നമ്മൾ എടുത്തത്. നമുക്കറിയത്തില്ലായിരുന്നു വീഡിയോഗ്രാഫിക്ക് വേണമെന്ന്. അത് 2000 രൂപ കൊടുക്കണം. ആദ്യം തന്നെ നമ്മൾ ക്ലോക്ക് ഹൗസിൽ നമ്മുടെ ചപ്പൽസ് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഇതാണ് ഹിൽ പാലസ് മ്യൂസിയം. ഇപ്പോൾ ഇവിടെ നിന്ന് നല്ല മനോഹരമായ ഒരു ആദ്യം തന്നെ സ്റ്റെപ്പ് കയറിപ്പോൾ മനോഹരമായ ഒരു ബാൽക്കണിയാണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ എടുക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം വീഡിയോ നമ്മൾ മേളിൽ ചെന്നപ്പോഴാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് വീഡിയോഗ്രാഫി പറ്റില്ല. അതുകൊണ്ട് തുടക്കത്തിൽ കുറച്ച് ഭാഗം മാത്രമേ ഇവിടം വരെ ഉള്ളൂ വീഡിയോ. നമുക്കറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റിൽ 2000 രൂപ എങ്ങാണ്ട് അടയ്ക്കണം വീഡിയോഗ്രാഫിക്ക്. അപ്പോൾ നമ്മൾ നേരെ ഞാൻ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹിൽ പാലസിനെ കുറിച്ച് കാണാൻ കഴിയുക. കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ വീഡിയോ ആയിട്ട് കാണാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പരമാവധി ഇവിടെ എറണാകുളം ഒക്കെ വരികയാണെങ്കിൽ പാലസിൽ കയറി 35 രൂപയുള്ളൂ പ്രവേശന ഫീസ് ഒരാൾക്ക്. നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരി വന്ന് കാണുന്നത് നല്ലൊരു അനുഭവമായിരിക്കും. അപ്പം അങ്ങനെ കണ്ട് എല്ലാവരും ഒന്ന് കാണുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ള ചിത്രങ്ങളും അതെല്ലാം ചേർത്തൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ എല്ലാം എടുത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് രാജാവിൻ്റെ സിംഹാസനമാണ്. അപ്പോൾ രാജാവ് ഇരിക്കുന്നതും ആയിട്ടുള്ള കൊച്ചി രാജവംശമാണിത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നതാണ്. കൊച്ചി ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്ററും അത് ഭരണം എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയ അവലോകനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരത്തില്ല. നിങ്ങൾ ഈ വീഡിയോയിലൂടെ എല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ചിഹ്നമാണ്, സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒക്കെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു തരാം. ഒരു ഗൈഡ് ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഞാൻ അപ്പോൾ നമുക്ക് വീഡിയോഗ്രാഫിക്ക് ഒരാൾ എടുക്കാൻ പറ്റുമെന്ന് കരുതിയാണ് കയറിയത്. പക്ഷെ നമുക്ക് അങ്ങനെ എടുക്കാനുള്ളത് അവിടെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. 1 മണി വരെ ഉള്ളൂ. രാവിലെ തുടങ്ങുകയാണെങ്കിൽ 1 മണിക്ക് ക്ലോസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 2 മണിക്കേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ മ്യൂസിയം മൊത്തം കാണണമല്ലോ, സമയം ചുമ്മാ പോകണ്ടല്ലോ എന്ന് കരുതി നമ്മൾ മൊത്തം നിങ്ങളെ കാണിച്ചു തരുവാണ്. ഇതൊരു ലിഫ്റ്റാണ് കേട്ടോ. പണ്ട് കാലത്ത് ഇവിടെ ഉപയോഗിച്ചിരുന്ന ലിഫ്റ്റാണ്. ഇവിടം വരെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അവിടെ ഈ കാണുന്ന ആനയുടെ ഒരു പ്രതിമയാണ്. ഇത് ആനയുടെ കൊമ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ശരിക്കുള്ള ആനക്കൊമ്പ് തന്നെയാണ്. ഇത് പല്ലക്കാണ്. പണ്ട് രാജ്ഞിമാരെയൊക്കെ കൊണ്ടുവന്ന പല്ലക്ക്, പലതരത്തിലുള്ള പല്ലക്ക് ഇവിടകളുണ്ട്. അത് മറ്റൊരെണ്ണമാണിത്. അതുപോലെ തന്നെ പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രഥമാണ്. രഥം ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഇത് കടുത്ത കുറ്റവാളികൾക്കൊക്കെ ശിക്ഷ വിധിച്ചുകൊണ്ടിരുന്ന തൂക്ക് മരം പോലത്തെയാണ്. ഇതിനകത്ത് ലോഹക്കൂടാണ്. ഇതിനകത്ത് കയറ്റിയിട്ടിട്ട് പട്ടിണിക്കിട്ട് കൊല്ലുവാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ, അതായത് ലോഹം, മറ്റേ മാർബിൾ അങ്ങനെയെല്ലാം കൊത്തി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളാണ്. ഈ കാണുന്ന അന്നങ്ങാടിയാണ്. പണ്ട് മനുഷ്യരെ അടക്കം ചെയ്തിരുന്ന മണ്ണുകൊണ്ട് നിർമ്മിച്ചിരുന്ന കലം പോലെ സംഭവമാണ്. ഇത് കുറച്ച് പാത്രങ്ങളൊക്കെയാണ്. അന്ന് രാജവംശക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ക്ഷേത്രങ്ങളുടെ മിനിയേച്ചർ മോഡലാണ്. ഏത് ക്ഷേത്രമാണെന്ന് വായിച്ചു നോക്കാൻ മറന്നുപോയി, കമന്റ് ചെയ്യണേ. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ ഇനിയില്ല. ഇനി നമുക്ക് ഇവിടുത്തെ കുളക്കടവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അങ്ങോട്ട് കുളക്കടവിൽ കുറച്ചധികം തന്നെ ദൂരമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുളം മാത്രം കാണാനുള്ളൂ. നമുക്ക് കുളവും പിന്നെ അവിടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഉള്ളൂ. അങ്ങനെ കാഴ്ചകളാണ്. അകത്തെ കാഴ്ചകൾ ഒരുപാടും ഉണ്ടായിരുന്നു. രാജാവിൻ്റെ കിരീടവും രാജ്ഞിമാരും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുകയില്ല. അതൊക്കെ നമ്മൾ നേരി വന്ന് തന്നെ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്.
ഹിൽ പാലസ് മ്യൂസിയം ശരിക്കും പുരാവസ്തു ഗവേഷണത്തിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിയമം പാലിച്ച് തന്നെ നമ്മളിവിടെ കാണാൻ പറ്റുള്ളൂ. അവർ പറയുന്നത് മാത്രം കേൾക്കാം. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെ, ഹിൽ പാലസിന് തൊട്ടടുത്ത് തന്നെ പുള്ളിമാൻ പോലെ മാനുകളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു സൂ കൂടിയുണ്ട്. ഇത് ഫോറസ്റ്റ് ആയിരിക്കും, പക്ഷെ നല്ല രസമുണ്ട്. ഇത് നമ്മുടെ അടുത്തൊക്കെ വരും. പക്ഷെ ഇവർക്ക് തീറ്റ, നമ്മൾ ചില സൂകളിലൊക്കെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഇതിന് കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്തേക്കൊക്കെ വരും. ഞാൻ ഇങ്ങനെ ഒരാളിങ്ങനെ ചുമ്മാ ഫോക്കസ് ചെയ്ത് തന്നപ്പോൾ തൊട്ടടുത്ത് വേറൊരാൾ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഇവിടെ വരുന്ന കാഴ്ചക്കാരൊക്കെ ഇതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ടെന്ന് അപ്പോൾ മനസ്സിലായി. നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വരുന്നവൻ്റെ ഇങ്ങനെ ഫോട്ടോ, വരുന്നവളാണോ വരുന്നവനാണോ എന്നറിയത്തില്ല, ഫോട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ചുമ്മാ കൈയിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പട്ടികളൊക്കെ ചുമ്മാ വളർത്തു നായകളൊക്കെ ഇല്ലേ, അടുത്തിരുന്ന് കൊഞ്ചിക്കുന്ന പോലെ നമ്മളിങ്ങനെ പേടിയും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്ത് വന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നായിരിക്കും എൻ്റെ മനസ്സിലൂടെ. പക്ഷെ നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കൊടുക്കാനും പറ്റിയില്ല. പിന്നെ കൊടുക്കാൻ പറ്റുമോ എന്നും കൂടി അറിയത്തില്ലായിരുന്നു. ആരും തന്നെ തീറ്റകളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇതിന് സൂവിന്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പതുക്കുകയാണ്. നമ്മുടെ അടുത്തിരുന്നപ്പോൾ വീണ്ടും വേറൊരാൾ വന്നിട്ടുണ്ട്. എഴുന്നേറ്റേക്കോ അത് അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു ക്യാൻറ്റീൻ കണ്ടു. ക്യാൻറ്റീൻ്റെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം എല്ലാം മേടിച്ചു. ഞാനും ദേവും അനിയനും അനിയൻ്റെ വൈഫും രേഷ്മ. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ച് തിന്നിട്ടിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ എന്നിട്ട് തിരിച്ച് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു കരുതി ഇങ്ങനെ നടന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളായിട്ട് വരുന്നതോടെ വരെ ബൈ ബൈ. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പതുക്കെ നടന്ന് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് ചെടികളൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, ഞാൻ പറയാൻ വിട്ടുപോയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളൊക്കെ ഒന്ന് എഴുതി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതും വരെ ബൈ ബൈ.